അപ്പൊ നമുക്ക് അടുത്തൊരു ഡബിൾ ഗൺ കൂടെ ഉണ്ട്. ഇത് ഏത് മോഡൽ? ഇത് 2018 മോഡൽ. 2018. ഇതിന്റെ പേപ്പറോ? ഇതിപ്പോ ഒരു വർഷത്തിന് ബ്രേക്ക് എടുത്തതാണ്. പിന്നെ അടുത്ത ഒക്ടോബർ വരെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടാക്സ് ക്ഷേമതൊക്കെ ക്ലിയർ ആണ്. പേപ്പർ കംപ്ലീറ്റ് ക്ലിയർ. ആ സ്ഥലത്ത് ഒന്ന് നോക്കണ്ട. ക്ഷേമതി ഉണ്ടല്ലേ? ക്ഷേമതി എല്ലാം ക്ലിയർ. ക്ഷേമതിയാണ് ഇപ്പൊ പൊതുവിലെ ഒരു പ്രശ്നമായി നിൽക്കുന്ന സാധനം. ഒരുപാട് വണ്ടികൾക്ക് അടക്കാതൊക്കെ വന്നത്. ടാക്സ് വണ്ടി കൊടുക്കണൊക്കെ നമ്മൾ അടച്ച് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കും. നമ്മുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുള്ളൂ അല്ലെ? ഇല്ലാത്ത നമ്മൾ ഓൾറെഡി പറയും ക്ഷേമതി ഇല്ല, അതിന്റെ പൈസ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. അപ്പൊ ക്ഷേമതിയൊക്കെ അടച്ച് ക്ലിയർ ആക്കിയിട്ടുള്ള വണ്ടിയാണ്. കംപ്ലീറ്റ് വർക്കൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല വർക്കാണ്. നല്ല വൃത്തിയുള്ള വർക്ക്. വർക്ക് അല്ലാന്നുള്ളൂ, അത്യാവശ്യം നല്ല വർക്കാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്. കണ്ടാൽ തന്നെ ഇനി ഒന്നും ചെയ്യാനൊന്നും ഇല്ല. ഇത് നമുക്കൊരു റേറ്റ് വരുന്നത് ഒരു 1.80 വരും. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നമുക്ക് കച്ചവടം ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കാം. ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എത്ര അടവ് കിട്ടും? ഇത് നമുക്കൊരു 1,00,000 മേലെ കിട്ടും. ഒന്നിന്റെ മേലെ അടവ് കിട്ടും. 1.20 വരെ കിട്ടും. അപ്പൊ ചെറിയൊരു എമൗണ്ട് നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുക്കണ്ടുള്ളൂ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട്. ഫസ്റ്റ് നല്ല വൃത്തിയുള്ള ഒരു വണ്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ വണ്ടി. ഇത് ഏത് മോഡൽ? ഇത് മോഡൽ 12 ആണ്. ഡീസലാണ്. നല്ല ഫുള്ള് പുതിയ വർക്കാണ്. നമ്മൾ തന്നെ ബോഡി ഇറക്കി ചെയ്തിട്ടുള്ള മൊത്തം കംപ്ലീറ്റ് വർക്ക് ചെയ്ത് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ഏത് മോഡൽ പറഞ്ഞത്? ഇത് 2012 മോഡൽ. 2012. നമ്മുടെ ഇവിടുത്തെ പണി തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സീറ്റൊക്കെ നല്ല വൃത്തിയുണ്ട് കാണാന്. പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ തീർത്ത് പെയിന്റിങ് ചെയ്ത് വുഡ് വർക്ക് സീറ്റ് വർക്ക് ഒക്കെ ചെയ്ത് നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. ഇതിന് പേപ്പർ ഏത് വരെ ഉണ്ട്? പേപ്പർ നമുക്ക് ഒക്ടോബർ വരെ ഇൻഷുറൻസ് അല്ല ബ്രേക്ക് ഉണ്ട്. ഇൻഷുറൻസ് നമുക്ക് പുതിയത് അടച്ചു കൊടുക്കാം. പുതിയ എടുത്ത് കൊടുക്കും. പിന്നെ ക്ഷേമതി നിലവിൽ ബെൻഡിങ് ആണ്. തീരെ അടക്കാത്ത വണ്ടിയാണ്. അത് അടച്ചിട്ടാണെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അല്ലെങ്കിൽ പൈസ മൈനസ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് ചെറിയ വിലയിൽ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ എത്ര ചോദിക്കണം? ഇത് നമുക്ക് ഫുൾ ക്ലിയറിലാണെങ്കിൽ 1.15 കൊടുക്കാം. ക്ഷേമതി ഒക്കെ അടച്ചിട്ട് ഇനി അവരടക്കം 1.5 ഫൈനൽ കൊടുക്കും. 1.5 കൊടുക്കും. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് ക്ഷേമതി ഇറക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് തരുന്നതാണ്. അപ്പൊ ചില വിലയിൽ ചെറിയൊരു ടാക്സ് ഓൾറെഡി ഉണ്ട്. 27 വരെ ഉണ്ട്. ആ ടൈം ആകുമ്പോൾ ക്ഷേമതി കൂട്ടി അടച്ചാൽ മതി. ഓക്കെ. പുതിയ ഇൻഷുറൻസ് എടുത്തു. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതില് പകുതി അടവായിരിക്കും. പകുതി എമൗണ്ട് അടവ് ലോൺ കിട്ടുന്ന വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരനെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല സ്റ്റിക്കർ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു വണ്ടിയാണ്. അപ്പൊ അഷ്കർക്ക് നമ്മൾ ചെറിയ വണ്ടികളൊക്കെ വിട്ട് ഇനി വലുതിൽ പിടിക്കല. അപ്പൊ ഇത് ഏതാണ് വരുന്ന വണ്ടി? നമ്മളെ ബജാജിന്റെ മാക്സിമ. ബജാജിന്റെ മാക്സിമ. അപ്പൊ ബജാജിന്റെ വലിയ വണ്ടികളെ ഏറ്റവും വലിയ വണ്ടി. ബജാജിന്റെ വലിയ വണ്ടി. പിന്നെ 2000 ഇതിലൊക്കെ ബാക്ക് സീറ്റ് ഉള്ള വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് വലുതൊന്നും ബാക്കിൽ സീറ്റ് ഓൾ കേരള വണ്ടിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ മുന്നത്തെ വണ്ടി മാക്സിമ എന്ന് പറഞ്ഞ ബജാജിന്റെ ഓട്ടോറിക്ഷയിലെ വലിയ ഓട്ടോറിക്ഷയാണിത്. അത്യാവശ്യം നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ബൂട്ട് സ്പേസ് ആണെങ്കിലും ലഗേജ് സ്പേസ് ആണെങ്കിലും ഒക്കെ ഉള്ള വണ്ടിയാണ് അല്ലേ? നമുക്ക് പറയുമ്പോൾ പിയാജിനേക്കാൾ ഒന്നുകൂടെ വലിയ വണ്ടി. അതേ സൗകര്യമാണ്. സൗകര്യമുള്ള അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ്. ഇത് മോഡൽ ഏതാ പറയുക? 2016 മോഡലാണ്. 2016. പേപ്പർ വർക്ക് നമുക്ക് അടുത്ത മെയ് വരെ ബ്രേക്ക് ഉണ്ട്. ഇൻഷുറൻസ് ഒക്ടോബർ വരെ ഉണ്ട് നമുക്ക്. പിന്നെ ക്ഷേമതി ടാക്സ് ഒക്കെ അടുത്ത ജൂൺ വരെ എല്ലാം റെഡിയാണ്. നിലവിൽ എല്ലാ പേപ്പറും ആയിട്ടുള്ള വണ്ടിയാണ്. നമ്മള് പെയിന്റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ പെയിന്റിംഗ് ചെയ്താണ്. വർക്ക് നമ്മൾ കണ്ണൂർ സ്റ്റൈൽ വർക്കാണ്. ഓൾറെഡി നമുക്ക് കിട്ടിയ വർക്കാണ്. പിന്നെ ബ്രേക്ക് എടുക്കാനുള്ള എല്ലാ വർക്കുകളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. വുഡ് വർക്ക് ഒക്കെ വരുന്നത് കണ്ണൂർ സൈഡാണ്. കുറച്ച് ഹൈറ്റ് ഒക്കെ ഉള്ള വർക്കാണ് വന്നിട്ടുള്ളത്. പെയിന്റിംഗ് കാര്യങ്ങൾ പാച്ച് വർക്ക് ഒക്കെ തീർത്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ള വണ്ടിയാണ്. അപ്പൊ നമ്മൾ എത്ര ചോദിക്കുന്ന റേറ്റ്? നമുക്ക് 1,25,000 കൊടുക്കും. 1.25 മതി. അപ്പൊ ചെറിയൊരു എമൗണ്ട് ഉള്ളൂ അല്ലേ? ആപ്പിന്റെ റേറ്റ് ഒക്കെ 2 ലക്ഷം രൂപ. 1.90 ഒക്കെ 2016 വണ്ടിക്ക് വരുന്നുണ്ട്. നമുക്ക് 1,25,000 കൊടുക്കാം. അപ്പൊ കമ്പാരിറ്റീവ്ലി വില വളരെ കുറവാണ്. ബജാജിന് അങ്ങനെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ബജാജ് ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബജാജ് എടുക്കുള്ളൂ. അതെ, ബജാജ് ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പേടിക്കാനൊന്നും ഇല്ല. പക്ഷെ വലിയ വണ്ടിയിൽ ചെറിയ ബഡ്ജറ്റിൽ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ചെറിയ വിലയുള്ളൂ, നല്ല വലിയ വണ്ടിയാണ്, നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. ബജാജ് ആയതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത്. ഇനി ഒരു വണ്ടി കാണുന്നുണ്ടല്ലേ നമ്മളെ ബജാജിന്റെ മാക്സിമ. ഇത് ഏത് മോഡൽ? ഇത് 2018 ആണ്. ഇത് മറ്റേ വണ്ടി കണ്ടതിനേക്കാളും നല്ല വൃത്തി പുതിയ വർക്ക് ഫുള്ള് നമ്മൾ ചെയ്തിട്ടില്ലേ? സീറ്റ് പെയിന്റിംഗ് എല്ലാം പുതിയതാണ്. നമ്മളിവിടുത്തെ വർക്ക് തന്നെയാണ്. കോട്ടക്കൽ മോഡൽ. അപ്പൊ വലിയ വണ്ടിയിൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. പാച്ച് വർക്ക്, പെയിന്റിങ്, വുഡ് വർക്കുകൾ, സീറ്റ് വർക്ക് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലൊക്കെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവും. ചെറിയ ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. നല്ല വൃത്തിയുള്ള വർക്കുമാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏതുവരെ പേപ്പർ ഉണ്ട്? ഇത് പുതിയ പേപ്പറാണ്. 2 വർഷത്തെ ബ്രേക്കും പുതിയ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് കൊടുക്കും. ഇതിന് 2 വർഷം പേപ്പർ കിട്ടും അല്ലേ? 2 വർഷത്തോളം പേപ്പർ കിട്ടുന്ന വണ്ടിയാണ്. പുതിയ വണ്ടി ആയതുകൊണ്ട് തന്നെ 2018 മോഡലാണ്. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ സ്കൂൾ സീസണൊക്കെ ആയതുകൊണ്ട് സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ആൾക്കാർ വലിയ ഓട്ടോറിക്ഷ തപ്പി നടക്കുന്നവരുണ്ടാവും. അവർക്ക് പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2,20,000 കൊടുക്കാം. 2,20,000 കൊടുക്കാം. ഇത് അടവ് കിട്ടില്ലല്ലേ? ഇതിന് പകുതി 60% നമുക്ക് ലോൺ ചെയ്തു. 60% ലോൺ കിട്ടുന്ന വണ്ടിയാണ്. 2,20,000 ചോദിക്കുന്നത്. 2018 അധികം ഓടാത്ത വണ്ടിയാണ്. അപ്പോൾ ആരെങ്കിലും വലിയ വണ്ടി തപ്പുന്നവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തു. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഏറ്റവും വലുതിന്റെ ചെറുതിലെ മിഡിൽ വരുന്ന വണ്ടി ഡീസൽ വണ്ടിയാണ്. ഡീസലാണ്. നമ്മൾ തിരൂർ വണ്ടി തന്നെയാണ്. 55 രജിസ്ട്രേഷൻ ആണ്. പുതിയ വണ്ടിയാണ്. ഏത് മോഡൽ? ഇത് 2020 മോഡൽ BS6 വരുന്ന BS6 പുതിയ എഞ്ചിനിൽ വരുന്ന വണ്ടിയാണ്.
KL 55 നമ്മൾ തിരൂര് വരുന്ന വണ്ടിയാണ്, 2020 മോഡൽ. അപ്പൊ ജസ്റ്റ് 5 വർഷം കഴിഞ്ഞിട്ടുള്ളൂ, 6ാമത്തെ വർഷമാണ് വണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പൊ പുതിയ വണ്ടി എന്ന് പറയാം, നമുക്ക് വലിയ ഇതായിട്ടൊന്നും ഓടിച്ച് പൊളിഞ്ഞിട്ടൊന്നും. നമുക്ക് വുഡ് വർക്ക് ഒക്കെ നിങ്ങൾ ഓൾറെഡി പാർട്ടി ചെയ്ത വർക്കാണ്, പാർട്ടിന്റെ നിർത്തിയിട്ടുള്ള വണ്ടിയാണ്. എന്തായാലും പണി കഴിപ്പിച്ചിട്ടുള്ള വണ്ടിയാണ് തോന്നുന്നത്. മാത്രം നമ്മൾ ചെയ്ത പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പാച്ച് വർക്ക് ഒന്നും ഇല്ല, പെയിന്റിംഗ് ഒക്കെ ചെയ്ത് ക്ലിയർ ആക്കിയിട്ടുള്ള നല്ല വൃത്തിയുള്ള വർക്കുള്ള വണ്ടി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ള. അല്ലെങ്കിൽ കൂടി ഒരു നമ്മളെ ഫിനിഷിംഗ് ആക്കി വെച്ച് വെച്ച ഒരു കോലത്തിലാണ് വണ്ടി നിലവിൽ നിൽക്കുന്നത്. നല്ല വൃത്തിയുള്ള വുഡ് സീറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിന് നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 2.5 ചോദിക്കണ വില. നമുക്ക് കച്ചവടം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പരമാവധി അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കാം. ഇതിന് ഏകദേശം എത്ര മൈലേജ്? ഇതൊരു 32 മൈലേജ് 32 മൈലേജ് കിട്ടുന്ന ബജാജിന്റെ വണ്ടിയാണ്. ഏറ്റവും വലുതുമല്ല ഏറ്റവും ചെറുതുമല്ല, അതിന്റെ മിഡിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം.